ഹായ് ഫ്രണ്ട്സ്, പറ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അന്ന ക്രിസ്റ്റ മോളാണ്. നമ്മള് പാലായിലാണ്. അപ്പോ ഞങ്ങളൊരു പാലായ കല്യാണത്തിന്റെ തലേ ദിവസമൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോ മധുരം വെപ്പ, കല്യാണത്തിന് മുമ്പുള്ള മധുരം വെപ്പാണ്. ലിറ്റോ ചേട്ടന്റെ ലിറ്റോ ചേട്ടന്റെ അല്ലേ മധുരം വെപ്പൊക്കെയാണ്. അപ്പൊ അതിന് ഞങ്ങൾ എല്ലാരും വന്നിരിക്കല്ലേ. ഞങ്ങള് വെളിനാട്ടൂന്ന്, ചേർത്തലേന്ന് അല്ലേ. അന്നകൃഷ്ണയൊക്കെ എവിടുന്നാ വന്നേ? ചേർത്തല അല്ലേ. അന്നകൃഷ്ണ മോള് ചേർത്തലേന്ന്. ഞങ്ങള് വന്നത് എവിടുന്നാണ്? നമ്മള് വന്നത് വെളിനാട്ടൂന്ന്. എല്ലാരും ഇപ്പൊ നമ്മുടെ വികാരിച്ചനൊക്കെ ഇപ്പൊ എത്തും. അപ്പം നമ്മളെ എല്ലാ ബന്ധുമിത്രാദികളും വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഫുഡിന്റെ ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടാണ് നമ്മളെല്ലാരും കൂടെ കൂടിയ ഒരു ആഘോഷമാണ് വൈകിട്ട്. സ്വർഗവാതിൽ തുറന്നു നീ നിർഗണേയും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു നീ നിർഗണേയും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്ദ്രനേറുന്ന ദീപമേ. കേളുവാൻ പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യേകിച്ച് എപ്പോഴും നീക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങളോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രാർത്ഥിക്കാൻ സമാധാനമോ കാരണവാനുമായതുമേ ഞലങ്ങിയ രാജകൻ ശ്രദ്ധിക്കുന്നു, ഞലങ്ങിയെ മഹത്വപ്പെടുന്നു. അവൻ ഞങ്ങൾക്കും പ്രത്യേകമായി കൊടുത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും പറഞ്ഞ് ഞലങ്ങി നന്ദി പറയുന്നു. ഞങ്ങളുടെ മകൻ ലിറ്റോയെ അത് വിവാഹികാന്തസ്സിലേക്ക് ഉയർത്തിയാണല്ലോ. ഈ മകന്റെ ജീവിതത്തിൽ ഇന്നുവരെ അവിടുന്ന് സ്വീകരിച്ച കാരണത്തെ ഞങ്ങൾ സ്മരിക്കുന്നു. അങ്ങയുടെ കൃപാവരി ഈ ഭവനത്തിൽ പ്രത്യേകമായി ഈ മകനും ലഭിക്കാനിടയാക്കണമേ. ഈ വിവാഹ ദിവസത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു.
നല്ല ഒരുക്കത്തോടെ യുഗതയോടും കൂടി അങ്ങയുടെ സന്നിധി വ്യാപരിക്കും അങ്ങയുടെ ദാസനെ സഹായിക്കണമേ. അതുവഴി കനാലിലെ ഭവനം പോലെ അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ഭവനത്തിലും പ്രകടമാക്കാൻ ഇടയാക്കണമേ. ശോകത്തിന്റെയും നാഥായ നീക്ക് അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുകയും അവിടുത്തെ പാടിപ്പോഴത്തിന് അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുകയും അവിടുത്തെ ഇന്നേ ദിവസം പ്രത്യേകം പ്രാർത്ഥന നമ്മൾ നടത്തി എല്ലാവരും മംഗളങ്ങളും അനുഗ്രഹാശസ്സുകളും നേരിടുന്ന പ്രിയപ്പെട്ട സഹോദരന് അതുപോലെ കുടുംബാംഗങ്ങള് ബന്ധുമിത്രങ്ങള് അതുപോലെ സ്നേഹമുള്ളവരെ ഇന്നേ ദിവസം ഏറെ സന്തോഷത്തോടെയാണ് നമ്മുടെ ഈ ഇടാറത്ത് അല്ലെങ്കിൽ ചിത്രങ്ങൾ ഭവനം പറഞ്ഞു നിൽക്കുന്നത്. അവിടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്ത സന്തോഷമാണ്. ഞാൻ ഓർക്കുകയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട മകന് നല്ലപോലെ പഠിച്ച് ഉന്നത ബിരുദം കരസ്ഥമാക്കി അതുപോലെ തന്നെ നല്ല ജോലിയൊക്കെ ദൈവം അതിനുള്ള അവസരങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ എല്ലാ രീതിയിലും കർത്താവ് അനുഗ്രഹത്തിന്റെ നിറവില് സമലംകൃതമാക്കി ഇനി ഒരു നല്ല ജീവിതത്തിലേക്ക് അവനെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ താല്പര്യം. അത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമായ നിമിഷം. ഞാൻ ഓർക്കുകയായിരുന്നു വായിച്ചേർന്ന ചേച്ചിയൊക്കെ ആ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ വളരെയേറെ കൃത്യതയും അതുപോലെ തന്നെ നല്ല അടിയുറച്ച വിശ്വാസത്തിന്റെ വ്യക്തിത്വവുമാണ്. ഒരു മക്കളും നല്ല മാതൃകാ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ മാതൃകാ വ്യക്തികളാണ്. അവരുടേതായിട്ടുള്ള ജീവിതത്തിൽ എത്രത്തോളം അവര് നന്മ നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുമോ അതിനെ സമീപിക്കുന്നു, അത്രത്തോളം അവരുടെ ജീവിതത്തിന്റേതായിട്ടുള്ള നന്മയൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നതാണ് ഈ പ്രായത്തില്. ഇതൊക്കെ വളരെ